ഹലോ, വെൽക്കം ടു നിമീസ് കിച്ചൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കുക്കർ പായസത്തിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വെറും 2 പാക്കറ്റ് പാല് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു പായസമാണിത്. അപ്പൊ എനിക്ക് ഇതിന്റെ റെസിപ്പി എവിടുന്ന കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മല്ലിക സുകുമാരന്റെ ഒരു ഇന്റർവ്യൂല് അവരുണ്ടാക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് ട്രൈ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് ഉണ്ടാക്കി തുടങ്ങിയ കാലം തൊട്ടിട്ട് എനിക്കിത് വളരെ ഇഷ്ടമാണ്. കാരണം നമ്മൾ ഒരുപാട് നേരം ഇട്ട് ഇളക്കി ഉണ്ടാക്കുന്ന പായസത്തിന്റെ ടേസ്റ്റാണ് ഈ കുക്കറിൽ ഉണ്ടാക്കുന്ന പായസം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരു കപ്പില് 4 കപ്പ് പാലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും വലിയ കപ്പോ ചെറിയ കപ്പോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ ഇതേ കപ്പിൽ തന്നെ ആയിരിക്കണം നമ്മൾ പാല് എടുത്ത കപ്പിൽ തന്നെ ആയിരിക്കണം പഞ്ചസാരയും അളക്കുന്നത് മാത്രം. അപ്പോൾ ഇതിനൊരു റേഷ്യോ ഉണ്ട്, അത് 4:1:1 എന്നാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കപ്പ് പാലിന് 1 കപ്പ് പഞ്ചസാരയും പിന്നെ 1 കപ്പ് അരി വേണ്ട 1 പിടി അരിയാണ് നമ്മളിതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതേ അളവിൽ ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്, 4 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 പിടി അരി കണ്ടോ അങ്ങനെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൽ പാലും പഞ്ചസാരയും അരിയൊക്കെ കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇളക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, നമ്മളിത് നേരിട്ട് തന്നെ നമുക്ക് ഗ്യാസിൽ വെക്കാം. പക്ഷെ ഞാൻ വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഈ കുക്കർ അടച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കുക്കറിൽ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ വെയിറ്റ് ഞാൻ ഊരി എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ചെറിയൊരു ബബിൾസ് ഇങ്ങനെ വന്ന് തുടങ്ങുന്നതാണ് നമുക്ക്. അപ്പോൾ കണ്ടില്ല, അതുപോലെ വരുമ്പോൾ ഈ വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ എയറൊക്കെ ഫുള്ള് പോകുന്നത് വരെ ഒരു മണിക്കൂർ നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ ഇത് കുക്കർ തുറന്നു നോക്കിയാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടാവും. ഇപ്പൊ നോക്ക്, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു പിങ്ക് കളറാണ് ഇതിന്. പക്ഷെ ഇത് വീഡിയോയിൽ ആ കളർ ശരിക്കും നമുക്ക് ക്ലിയർ ആവണില്ല. പക്ഷെ ശരിക്കും ഈ പായസത്തിന് ഒരു ലൈറ്റ് പിങ്ക് കളർ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റും ആണ്. അപ്പൊ എല്ലാവരും ഈ ഓണത്തിന് തന്നെ ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പായസം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ മറ്റു കറികളൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പായസം റെഡി ആയിട്ടുണ്ടാവും. ഒരുപാട് നേരം നിന്ന് ഇളക്കേണ്ട ഒരു ആവശ്യമില്ല. വെറും 2 പാക്കറ്റ് പാലും മതി. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.